ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ തൊട്ടടുത്തൊരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ടോപ്പ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച ടോപ്പാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സൺസ്ക്രീൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ് വാഷ് ചെയ്തിട്ട് സൺസ്ക്രീൻ ഇട്ടു. മോയ്സ്ചറൈസർ ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസ് ഇൻ ദി എയർ എന്ന് പറഞ്ഞ പാലത്തിൽ നിന്നൊരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് കണ്ട മേളിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം ലിപ് ബാം ഇട്ടു. പ്ലമ്മിൻ്റെ ലിപ് ബാമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ആ ബ്രൗൺ ഷെയ്ഡ് തന്നെ ആ പാലറ്റിൽ നിന്ന് എടുത്ത് അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ ഐബ്രോസിൽ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ പാലറ്റാണ്. ഈ സെയിം പാലറ്റിൻ്റെ രണ്ടാമത്തെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാലറ്റാണ്. അഫോർഡബിളും ആണ്. സെയിലിൻ്റെ ടൈമിലൊക്കെ മേടിക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആണല്ലെന്നുണ്ടെങ്കിലും അഫോർഡബിൾ ആണ്. എന്തായാലും ഒരു 600 ആ റേറ്റൊക്കെ വരുന്നുള്ളൂ. പക്ഷേ എനിക്കിത് കിട്ടിയത് 329 സംതിങ്ങിനാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ ഞാനിവിടെ പ്ലമ്മിൻ്റെ പ്ലഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്ന. കിടിലൻ ഷെയ്ഡാണ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പ്ലമ്മിൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് എൻ്റെ കൈ പോകുന്നത് ഈ ലിപ്സ്റ്റിക്കിലാണ്. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഞാൻ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് തന്നെ ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു നാച്ചുറൽ ഫ്ലഷ് ഓഫ് കളർ നമ്മുടെ ചീക്സിന് തന്നെയായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടുന്നത്. ഇപ്പോൾ നന്നായിട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യൂസ് ചെയ്ത ബ്രഷ് വന്നിട്ട് മാൾസിൻ്റെ ബ്രഷാണ് കേട്ടോ. നല്ല ബ്രഷാണ്. ഇതെന്തോ എനിക്ക് കൂപ്പൺ കിട്ടിയായിരുന്നു കേട്ടോ, ഗൂഗിൾ പേയിൽ എന്തോ ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ. അപ്പോൾ 2 പ്രോഡക്റ്റ് 399 എന്തോ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ ഒരു ബ്ലഷ് വിത്ത് ഹൈലൈറ്റർ ഒരു പാലറ്റ് ഉണ്ട്, അതും മേടിച്ചു. ഈ ഒരു ബ്രഷും മേടിച്ചു. അതിനുശേഷം ഇവിടെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഐലൈനറാണ് കേട്ടോ ഇത്. കൊളോസൽ മേബിലുണ്ട്. അതെടുത്തിട്ട് ജസ്റ്റ് കണ്ട മേളിൽ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ മിറർ ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മിററാണ് കേട്ടോ. ഒരു സൈഡിൽ മാഗ്നിഫൈങ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഐടെക്സിൻ്റെ ഒരു കുഞ്ഞ് പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീരാറായി, ഇനിയും മേടിക്കണം. എന്നിട്ട് ബ്ലൂ ഹെവൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ചൂടാണ്, എൻ്റെ ഓയിലി സ്കിന്നും കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് എണ്ണ വരുന്ന പോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്കിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വരുന്നത് എണ്ണ. പിന്നെ ഞാൻ നന്നായിട്ട് തന്നെ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മെയ്ബിലിൻ്റെ കഴുകിയലപ്പോൾ തന്നെ പോകുന്നൊരു മസ്കാരയാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മസ്കാരയാണ്. പീലി കൊഴിഞ്ഞ് പോകുന്ന പരിപാടി അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മസ്കാരയാണ്. പിന്നെ പ്ലമ്മിൻ്റെ കാജലെടുത്തിട്ട് താഴെ ആ ഒരു പോർഷനിൽ മാത്രം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കണ്ണാടി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല വൃത്തിക്ക് തന്നെ കണ്ണിൻ്റെ ആ പോർഷനൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലുക്ക് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ പേഴ്സണലി ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് മാത്രമാണ് കേട്ടോ ഇങ്ങനത്തെ ഗെറ്റ് റെഡി വീഡിയോസിൽ കാണിക്കുന്നത്. പിന്നെ മുടി ഒന്ന് അഴിച്ച് സെറ്റാക്കി ഇടുകയാണ് കേട്ടോ. അഴിച്ചിടുമ്പോൾ കിട്ടുന്ന ഭംഗി അത് വേറെ തന്നെയാണ്. എനിക്ക് എപ്പോഴും മുടി അഴിച്ചിടാനാണ് ഇഷ്ടം. പക്ഷേ ഈ ചൂടത്ത് ഒട്ടും പറ്റൂല കേട്ടോ, എന്തൊരു ചൂടാണ്. പക്ഷേ എന്നിട്ട് ഞാൻ അഴിച്ചിട്ടുകൊണ്ടാണ് പോയത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പം ഒട്ടും സഹിക്കാൻ വയ്യ. ഇവിടെ ആണെങ്കിൽ എപ്പോഴും അങ്ങ് കറണ്ട് പോക്കും കൂടാണ്. അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ മുടി ഒന്ന് ചീകി ഒതുക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഷാംപൂ ഇട്ടതിൻ്റെ ആണ് കേട്ടോ മുടി ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുന്നത്. ഞാൻ ആ പ്രോഡക്റ്റിൻ്റെ ഹെയർ കെയർ പ്രോഡക്റ്റിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചടപടയിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ലുക്കാണ്. അത്രേ ഉള്ളൂ. ബൈ.